ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വീടൊഴിപ്പിക്കാൻ വന്ന അർച്ചന കാണുന്നത് JK തന്റെ അമ്മയെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. എന്നാൽ JKയുടെ അമ്മ സുമിത്രാമ്മയും അർച്ചനയും കണ്ടുമുട്ടുന്നതോടെ അവര് രണ്ടുപേരും ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അർച്ചന പഠിച്ചിരുന്ന കാലത്ത് അർച്ചനയുടെ ടീച്ചറായിരുന്നു സുമിത്രാമ്മ. അങ്ങനെ അവര് തമ്മിൽ വീണ്ടും പരിചയം പുതുക്കുകയാണ്. അവരുടെ ആ സംസാരം കേട്ട് JK ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ മുൻ പരിചയമുണ്ടോ എന്ന്. അങ്ങനെ സുമിത്രാമ്മ പറയുന്നുണ്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അർച്ചന. ഇതൊക്കെ പോട്ടെ മോളെ അർച്ചനെ, നീ എന്താ ഇവിടെയെന്ന് സുമിത്രാമ്മ അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. എന്നാൽ എന്തു പറയണമെന്നറിയാതെ അർച്ചന അങ്ങനെ JKയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, അമ്മേ, ഈ വീടിന്റെ ചുമതലക്കാരി ഞാനാണ് ഇദ്ദേഹത്തിന് ഈ വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് അർച്ചന അങ്ങനെ സുമിത്രാമ്മയോട് പറയാണ്. അത് കേട്ട് സുമിത്രാമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം തന്റെ ശിഷ്യയെ കണ്ട് സുമിത്രാമ്മ അർച്ചനയും വിളിച്ചുകൊണ്ട് മേനോൻ സാറിന്റെ വാടക വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ അർച്ചനയും സുമിത്രാമ്മയും JKയും ഇരുന്നു കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. സുമിത്രാമ്മ അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇത്രയും പരിചയമുണ്ടായിട്ടും എന്റെ വത്സല ശിഷ്യയാണ് അർച്ചനയെന്ന് ഇവൻ അറിയാതെ പോയല്ലോ. അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, അതിശയം തന്നെയെന്ന് സുമിത്രാമ്മ അങ്ങനെ അവരോട് പറയാണ്. അർച്ചനയാണെങ്കിൽ ആകെ വീർപ്പ് മുട്ടിക്കൊണ്ടാണ് അവരുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അച്ചു ചോദിക്കും, താക്കോല് വാങ്ങിച്ചോ എന്ന്. ആ സമയത്ത് അർച്ചന എന്തു പറയണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് അർച്ചന. അതിനുശേഷം അച്ചുവും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. രാവിലെ തന്നെ അർച്ചനയ്ക്കിട്ട് പണി കൊടുക്കാനാണ് രുക്കുവിന്റെ ശ്രമം. രുക്കു അങ്ങനെ അർച്ചനയെ കുറിച്ച് അച്ചുവിനോട് പോയി പറയുന്നുണ്ട്, നിന്റെ ചേച്ചി ഇവിടെ വീടൊഴിപ്പിക്കാൻ പോയിട്ട് വന്നോ? ഇത്ര നേരമായിട്ട് എന്താണ് നിന്റെ ചേച്ചിയെ കാണാത്തത്? നിന്റെ ചേച്ചി എന്തായാലും ആ വീട്ടിൽ നിന്നും അയാളെ ഒഴിപ്പിക്കാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. നീ അല്ലെങ്കിൽ നോക്കിക്കോ, നിന്റെ ചേച്ചി അയാളെ വീടൊഴിപ്പിക്കാതെ താക്കോലും തിരികെ വാങ്ങാതെയായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ സംഭവിക്കൂ എന്ന് രുക്കു അങ്ങനെ തീർത്തു പറയാണ്. എന്നാൽ ഇത് കേട്ട് അച്ചുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അച്ചു എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ ആ വീട് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ചേച്ചി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ ചേച്ചി എന്തായാലും അയാളെ വീട് ഒഴിപ്പിച്ചിട്ടേ ഇങ്ങോട്ടേക്ക് വരൂ എന്നങ്ങനെ അച്ചു രുക്കുവിനോട് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അത് നടക്കില്ലെന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു. ഇതിന്റെ കാരണം എന്താന്ന് എനിക്കും നിനക്കും നല്ലോണം അറിയാവുന്നതാണ്. ഞാൻ നിന്നോട് ഇതിനു മുന്നേ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതുമാണെന്ന് രുക്കു അങ്ങനെ അച്ചുവിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.